എഫ് ഓർബിറ്റൽ SPDF. ഇതിൽ എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്ഫെറിക്കൽ ഷേപ്പാണ്. അതിൽ ഈ ചാർജ് ഡെൻസിറ്റി ഓഫ് ചാർജ് ക്ലൗഡ് യൂണിഫോം ഡയറക്ഷനിലാണുള്ളത്. അതുകൊണ്ടാണ് അത് സ്ഫെറിക്കൽ ഷേപ്പിനകത്ത് വരുന്നത്. അപ്പോൾ 1sൻ്റെയും 2sൻ്റെയും ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പി ഓർബിറ്റൽ വന്നിട്ട് ഡംബൽ ഷേപ്ഡ് ആണ്. കണ്ടില്ലേ, ഡംബൽ ഷേപ്ഡ് ആണ് പി ഓർബിറ്റൽസ്. ആൻഡ് ഡി ഓർബിറ്റൽസ് വരുമ്പോൾ ഡബിൾ ഡംബൽ ഷേപ്പാണ്. ഇതിൽ ED, X², Y² ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പക്ഷേ നമുക്ക് PSC ഇതായിട്ട് നോക്കുന്ന സമയത്ത് ഓരോന്നിൻ്റെ ഷേപ്പ് മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഇത് ഈ ഡയഗ്രാം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. ഡയഗ്രാം മീൻസ് പിക്ചർ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. എസ് ഓർബിറ്റലിൻ്റെത് സ്ഫെറിക്കൽ ഷേപ്പ്, പി ഓർബിറ്റലിൻ്റെ ഡംബൽ ഷേപ്ഡ് ആൻഡ് ഡി ഓർബിറ്റലിൻ്റെത് ഡബിൾ ഡംബൽ ഷേപ്ഡ്. ഇനി നമ്മൾ എഫ് ഓർബിറ്റൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ പൊതുവേ അതിന് നമ്മൾ ഒരു ഓറിയൻറ്റേഷൻ ഒരു ഷേപ്പ് പറയുന്നില്ല. പിന്നെ ചിലയിടത്തൊക്കെ ടെട്രാഹെഡ്രൽ എന്നും പറയുന്നുണ്ട്. അപ്പം ടെട്രാഹെഡ്രൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അതർവൈസ് ഇതൊരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്. അപ്പം SPD നമ്മൾ മെയിനായിട്ട് ഓർമ്മിച്ചിരിക്കുക.